എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഗംഗാസാഗര തീർത്ഥം. വൃന്ദാവനത്തിൽ തന്നെ ഒരു ഭാഗമാണ് ഈ ഗംഗാസാഗര തീർത്ഥം. ഇവിടെ തന്നെ അടുത്ത് തന്നെ കണ്ടില്ലേ, ഇതൊരു വേപ്പ് മരമാണ്, വളരെ പുരാതനമായ വേപ്പ് മരമാണ്. ഈ ഗംഗാസാഗര തീർത്ഥത്തിനടുത്ത് തന്നെയാണ് കപിലമുനിയുടെ ആശ്രമവും വരുന്നത്. അതായത് ഈ ഗംഗാസാഗര തീർത്ഥവും കപിലമുനിയുടെ ആശ്രമവും തമ്മിൽ വളരെ വളരെ ബന്ധമുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കപിലമുനിയുടെ ഒരു അമ്പലം തന്നെ പറയാം. ഒരു ചെറിയ അമ്പലം പോലെയാണ് ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. ആരാണ് ഈ കപില ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർദമൻ്റെയും ദേവഹൂതിയുടെയും മകനാണ് കപില ഭഗവാൻ. അതായത് കർദമനും ദേവഹൂതിക്കും ആദ്യം 9 പെൺകുട്ടികൾ ജനിച്ചു. അതിനുശേഷം ഉണ്ടായതാണ് കപില ഭഗവാൻ. ഈ കപില ഭഗവാനും പിന്നെ ഗംഗാസാഗര തീർത്ഥവും നമ്മൾ ബംഗാളിലും കാണിക്കുന്നുണ്ട്. കപിലമുനിയുടെ ഒരു ആശ്രമം തന്നെയുണ്ട് ബംഗാളിൽ ഗംഗാസാഗര തീർത്ഥത്തിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട, ഇവിടെ വരുന്ന വൃന്ദാവനത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ വന്ന് ദർശനം കഴിച്ചിട്ടാണ് പോകുന്നത് കപില ഭഗവാന്. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് അക്രൂരധാമമാണ്. അക്രൂരധാമം അക്രൂരന് വേണ്ടി നിർമ്മിച്ച ഒരു അമ്പലം പോലെയെന്ന് പറയാം. അതിനാണ് ഈ അക്രൂരധാമം എന്ന് പറയുന്നത്. അക്രൂരൻ ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്രൂരന് 12 വയസ്സായ സമയത്ത് ഗോകുലത്തിൽ ഭഗവാനെയും ബലരാമനെയും ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നാണ് അറിവ്. അത്രയും ഭഗവാനോട് ഇഷ്ടപ്പെട്ട ഒരു ഭക്തനായിരുന്നു അക്രൂരൻ. ഈ അക്രൂരൻ ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് പോകുന്ന സമയത്ത് അക്രൂരൻ്റെ ഭക്തി കണ്ടിട്ട് ഭഗവാൻ അക്രൂരന് ദർശനം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ബോർഡിൽ അത് എഴുതിയിട്ട് തന്നെയുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. അക്രൂരന് എങ്ങനെയാണ് ഭഗവാൻ ദർശനം കൊടുത്തത്, അതായത് അനന്തശായി ആയിട്ടാണത്രേ ഭഗവാൻ അക്രൂരന് ദർശനം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഇവിടെ ഒരു ഫോട്ടോ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ഇവിടെ കാണാൻ നമുക്ക്. അതാ കണ്ടോ, ഇതാണ് അക്രൂരനും ഭഗവാനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. അനന്തശായി ആയിട്ടാണ് ഭഗവാൻ അക്രൂരന് ദർശനം നൽകിയിട്ടുള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇവിടെ വൃന്ദാവനത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും ഈ അക്രൂരധാമവും കപില ഭഗവാന്റെ ആശ്രമവും ഗംഗാസാഗര തീർത്ഥത്തിലും വരുന്നുണ്ട്. ഗംഗാസാഗരത്തിൽ തീർത്ഥത്തിൽ വന്നിട്ട് ആചമനം ചെയ്യുന്നുണ്ട്.